അനീഷുമായിട്ട് ആരൊരു സൗഹൃദ കോംബോ എടുത്താലും അത് അടിപൊളിയായിരിക്കും. പക്ഷെ അനീഷിന്റെ അടുത്ത് ഇത്ര അധികം ഇന്റിമേറ്റ് ആയിട്ടൊരു റൊമാൻറ്റിക് കോംബോ ജിസേല് അത് ഓൾറെഡി നമ്മൾ കണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആദ്യമായിട്ട് അത് കണ്ടപ്പോൾ, അതായത് കണ്ണാൻ തുമ്പി പോരാമോ എന്നും പറഞ്ഞിട്ടുള്ളത്, അതൊരു ഫണ്ണാണോ എന്താണ് ജിസേൽ ഈ പറയുന്നതെന്നൊക്കെ ഞാൻ അതിശയിച്ചു പോയായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ശരിക്കും ജിസേലിനൊക്കെ ഈ അനീഷിനെ പോലുള്ള വ്യക്തികളോട് ഭയങ്കര ഒരു ഇന്നസെൻസിനോടൊക്കെ ഭയങ്കര റെസ്പെക്ട് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ജിസേലൊക്കെ അനീഷിനെ പോലെ ഒരു മനുഷ്യനെയൊക്കെ കാണുന്നത് ചിലപ്പോൾ റെയർ ആയിരിക്കും കേട്ടോ. കാരണം ജിസേലിന്റെ ഒക്കെ റിയൽ വേൾഡ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പോഷർ ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു ലോകമുണ്ട് ജിസേലിന് ഈവൻ അനുമോളെ പോലും ജിസേൽ കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ല ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ്. അത് ആ ഒരു ആര്യനോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ജിസേലിന് അനുമോളോട് ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആര്യനും ജിസേലും റെനയും കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഒരു വട്ടം ജിസേൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അനുമോളെ നല്ലത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ അസൂയൊക്കെ വരുന്നുണ്ട് എന്ന് ജിസേൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജിസേലും അനുമോളും പതിയെ ഫ്രണ്ട്ഷിപ്പിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പുതിയ കിച്ചൺ ടീമും അതുപോലെ വെസൽ ടീമും ഒക്കെ വന്നപ്പോൾ വെസൽ ടീമിനകത്ത് അനീഷ്, ജിസേല്, ജിഷിൻ, ആദില, ഇവർ 4 പേരുമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ടീം ഇവിടെയാണ് വന്നിരിക്കുന്നത്. കിച്ചൺ ടീമൊക്കെ ഓൾവേസ് അനുമോളൊക്കെയാണ് എപ്പോഴും കയറാറ്. ഇപ്പം പക്ഷെ ഈ ഒരു വെസൽ ടീമിനകത്ത് അനീഷിന്റെ ഈ ഒരു ടീം, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, ഈ ആദിലയെ എഗെയിൻ അനീഷിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ജിസേല് സത്യത്തിൽ ഒരു പണിയും എടുക്കാത്ത ഒരു കക്ഷിയാണ് ജിസേലിന് അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം. ബാക്കി ജിസേലിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ആര്യനാണ്. അതിവിടെ ബിന്നിയൊക്കെ നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാറുണ്ട്. ജിസേലിന്റെ എന്ത് വർക്കും എപ്പോഴും ഒരു PA പോലെ പിന്നാലെ നടന്ന് ചെയ്യുന്നത് ആര്യനാണ്. പക്ഷേ ഇന്നിപ്പോ ഈ ഒരു ടീമിന്റെ ഇടയിൽ അനീഷ് എല്ലാവരുടെ അടുത്തും, നമുക്കറിയാലോ അനീഷിന്റെ സ്വഭാവം, വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അനീഷ് കറക്റ്റായിട്ട് അനീഷിന്റെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ ആ ടീമിനകത്ത് കോർഡിനേഷൻ കൊണ്ടുവന്ന് ആ ഒരു വർക്ക് ചെയ്യിപ്പിക്കാനും അനീഷ് എപ്പോഴും നിൽക്കാറുണ്ട്. ജിസേലിന് ഇത്രയും വെസൽസ് കഴുകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു കാരണം എന്ന് വെച്ചാൽ, ഉച്ചയ്ക്കലത്തെ ആ ഒരു വെസൽ ടീമിനാണ് ഏറ്റവും കൂടുതൽ ഉച്ചയ്ക്ക് പാത്രം കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ പാത്രങ്ങളുള്ളത്. കാരണം ആ ഒരു ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ കാണും. അപ്പം രാവിലത്തേക്കാൾ കൂടുതൽ ഉച്ചയ്ക്കാണ് പാത്രങ്ങളുള്ളത്. അപ്പൊ അനീഷിന്റെ കൂടെ അനീഷിന് പോയി റിക്വസ്റ്റ് ചെയ്ത് വിളിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഈ ജിസേൽ എന്തായാലും ഭാഗ്യത്തിന് വന്നു. അനീഷിന്റെ കൂടെ ഓരോ റൊമാൻറ്റിക് കോമഡികളൊക്കെ പറഞ്ഞ് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: 50 ദിവസമായില്ലേ, ഇത്ര നാളായിട്ടും അനീഷിന് എന്നോട് ഒന്നും തോന്നിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. ഫണ്ണായിട്ടാണ്, വളരെ കോമഡിയാണ് ഇതിനകത്ത്. അപ്പോൾ എന്നിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് ഇതിനെല്ലാം ഭയങ്കര ചിരിച്ച് ആ ഒരു തമാശയായിട്ട് തന്നെ ആസ്വദിച്ചാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. എഗെയിൻ ചോദിക്കുന്നുണ്ട്, ഷാനവാസ് ആണോ ഞാനാണോ മനസ്സിലിടം പിടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഷാനവാസ് ആയിരിക്കും എന്ന് അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് ആണെന്ന് പറയുന്നു അവിടെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ ഇട്ടതിനകത്ത് ഷാനവാസിന്റെയും അനീഷിന്റെയും ആ ഒരു അണ്ണൻ തമ്പി കോംബോ തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഭയങ്കര ജെനുവിനാണ്. അനീഷിന്റെ ആ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. എസ്പെഷ്യലി ഇവിടെ വന്നിരിക്കുന്നത് സത്യസന്ധമായിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ്, എല്ലാവരും അങ്ങനെ വിചാരിച്ചാണ് വരുന്നത്. ഷാനവാസിന്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വിലയിരുത്താം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്നതായിരിക്കത്തില്ല ഒരു 10 ദിവസം കഴിയുമ്പോൾ, തിരിയാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. ഏതായാലും ശരി, അനീഷ് ജിസേലിന്റെ അടുത്ത് പറയാണ് ഷാനവാസ് ആണ് മനസ്സിലിടം നേടിയത് എന്ന്. അപ്പോഴത്തേക്കും അതും ഷാനവാസ് കൊണ്ടുപോയി, എനിക്ക് അവിടെ പോലും ഒരു സ്ഥാനം കിട്ടിയില്ല, അനീഷിന്റെ ഹൃദയം കീഴടക്കാൻ വരെ ഷാനവാസ് വന്നു, എനിക്ക് അവിടെയും സ്പേസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആരും ഇങ്ങനെ അനീഷേട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അനീഷേട്ടാന്ന് വിളിച്ചോണ്ട് ജിസേല്, അങ്ങനെ ആരും ഇങ്ങോട്ട് വരണ്ട, ആരാണ് അനീഷേട്ടനെ വിളിക്കുന്നത്, അനീഷേട്ടനെ വിളിക്കണ്ട, അനീഷേട്ടൻ എന്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേല് അനീഷുമായിട്ടൊരു നല്ലൊരു കോംബോ ആണ് ഭയങ്കരമായിട്ട്. അതായത് ജിസേലിന്റെ ആ ഒരു ലാംഗ്വേജ് അറിയാതെയുള്ള സംസാരവും പിന്നെ കുറച്ച് കൊഞ്ചലും ഒക്കെ ആളുടെ ആറ്റിറ്റ്യൂഡിന് അത് ചേരത്തില്ലെങ്കിലും നല്ല രസമാണ്. ബിഗ് ബോസിനകത്ത് അത് കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ജിസേൽ അത് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ജിസേൽ ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഗേൾസ് ടീമിന്റെ അടുത്ത് പോകുന്നുണ്ട്. അനുമോള്, ആദില, നൂറ, ബിന്നി ഇവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ കരുതി നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ വെസൽ ക്ലീനിങ് മൊത്തം ചെയ്യാൻ, പക്ഷെ ഈസി ആയിരുന്നു, എളുപ്പമായിരുന്നു. അപ്പൊ നൂറ അതിലേക്ക് പറയുന്നുണ്ട്, നീ ഇന്നിപ്പോ ചെയ്യാൻ പോയതല്ലേ ഉള്ളൂ, അങ്ങോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പാടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ജിസേൽ അങ്ങനെ പറയുന്നത് വെച്ചാല് അനീഷ് നല്ല ഒരു ടൈം പാസ് ആയിരുന്നു, അനീഷ് നല്ലൊരു കോംബോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. പക്ഷെ ഇതിന് ശേഷം ജിഷിൻ ഒരു ചെറിയ ഒരു ബോറ്
അത് ജിഷിനും ആദിലയും നല്ല പണിയായിരിക്കും കേട്ടോ. ഒരു വഴക്കുണ്ടാവണമെങ്കിൽ, ഒരു നല്ലൊരു വഴക്ക് ഇനി ഈ ഒരാഴ്ച ഉണ്ടാകണമെങ്കിൽ അത് ഈ ടീമിനകത്തായിരിക്കും. ആദില ഓൾറെഡി കിടക്കുകയാണ്, പാത്രം കഴുകാൻ പോയിട്ടില്ല. ജിഷിനും പോയിട്ടില്ല. ജിഷിനും ഉച്ചയ്ക്ക് പാത്രം കഴുകാൻ, അവർ ഒന്നിച്ച് പാത്രം കഴുകണം എന്നായിരുന്നു, എല്ലാവരും ഒന്നിച്ച് പാത്രം കഴുകണം എന്നായിരുന്നു അനീഷ് പറഞ്ഞിരുന്നത്. ആദിലയും ജിഷിനും പോയിട്ടില്ല. അപ്പൊ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന് രാവിലെ വേറൊരു ടീം ആയിരുന്നല്ലോ, അപ്പൊ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒന്നിച്ചത് തുടങ്ങണമായിരുന്നു എന്ന് അക്ബർ പറയുന്നുണ്ട്. അക്ബർ ആ ടീമിനകത്തുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജിഷിൻ പറയുന്നുണ്ട്, നീ ഇതിനകത്ത് ഇടപെടേണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. പക്ഷെ അനീഷ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഉച്ചയ്ക്കാണ് പാത്രങ്ങൾ കൂടുതലുള്ളത്, നിങ്ങൾ എന്തായാലും കൂടെ കഴുകേണ്ടതായിരുന്നു, നിങ്ങളിപ്പോൾ കഴുകിയിട്ടില്ല, ഞാനും ജിസേലും മാത്രമേ കഴുകിയിട്ടുള്ളൂ, പക്ഷെ രാത്രി ഉറപ്പായിട്ടും 4 പേരും കഴുകാൻ വന്നിരിക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അനീഷ് പറയുകയാണ്. അനീഷ് പറച്ചിൽ മാത്രമല്ല, അനീഷ് അത് നന്നായിട്ട് ചെയ്യിപ്പിക്കും. നമ്മൾ കണ്ടതാണ് ആര്യനെയൊക്കെ, കഴുകടാ കഴുകടാ, പാത്രം കഴുകടാ, നീ എപ്പോഴും കള്ളമേ പറയത്തുള്ളൂ, നീ ജീവിതത്തിൽ കള്ളമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാണ് അനീഷ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് ജിതു ജോസഫ് വന്നപ്പോൾ പോലും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ ക്യാരക്ടറൊക്കെ നമുക്ക് ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല കഥാപാത്രങ്ങളാണ്. ഒരു കാരണവശാലും അനീഷിനെ പോലൊരു മനുഷ്യനെയും അതേപോലത്തെ സംസാരം, അദ്ദേഹത്തിന്റെ സംസാരം ഒന്നും ആരും മറക്കില്ല. അപ്പോൾ ഇന്നത്തെ ആ ഒരു ജിസേലുമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫൺ ആയിട്ടുള്ള ഒരു വെസൽ ക്ലീനിങ്ങും, അതുപോലെ തന്നെ ആദില ജിഷിൻ, ഇവർ 2 പേരും എന്തായാലും പണി പേടിക്കും. സത്യത്തിൽ ഈ പറഞ്ഞ ജിസേൽ ഇത് കഴുകേണ്ടതല്ല, അനീഷ് കൂടെ ഉണ്ടായത് കൊണ്ടും അനീഷ് പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടുമാണ് ജിസേൽ അത് ചെയ്തത്. വെൽ ഡൺ. അത് ജിസേൽ എന്തായാലും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ജിസേൽ ഇന്ന് നന്നായിട്ട് തന്നെ അനീഷിന്റെ കൂടെ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കഴുകി എല്ലാം സെറ്റ് ചെയ്തു. അപ്പം വെസൽ ടീം ഒരു വലിയ പ്രശ്നമാണ് സത്യത്തിൽ. കക്കൂസ് ടീമിന് പോലും ഇല്ല ഈ പ്രശ്നം, വെസൽ ടീമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ ലൈവിൽ നടന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഇതേപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിന് കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയിലേക്ക് എത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.